മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഏത് ഉന്നതനാണെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അന്വേഷിച്ച് നടപടി എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആരാന്നുള്ളത് വ്യത്യാസമില്ല, അതേ പറഞ്ഞത്. ഏത് ഉന്നതനാണെങ്കിലും എന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ എല്ലാം പെട്ടല്ലോ. ആരായാലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നടപടി എടുക്കുമെന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ വേറെ ഞാനൊന്നും പറയേണ്ട ആവശ്യമില്ല. അത് ഏത് സ്ഥാനത്തിരിക്കുമ്പോൾ ആരോപണം വന്നാലും അതാണ് ഏത് ഉന്നതനായാലും എന്ന് പറഞ്ഞാൽ അതിൽ എല്ലാം പെട്ടല്ലോ. അപ്പം അതുകൊണ്ട് അതിൻ്റെ നടപടിയായിട്ട് മുന്നോട്ട് പോകും. അതൊക്കെ പാർട്ടി അങ്ങനെ ആരെയും നേരത്തെ തന്നെ പാർട്ടിയുടെ ഒരു പോളിസിയുണ്ട്, തെറ്റ് ചെയ്യുന്ന ആളുകളെ സംരക്ഷിക്കുക എന്നുള്ളത് പാർട്ടി ഒരിക്കലും നിലപാട് സ്വീകരിച്ചു. തെറ്റ് ചെയ്യുന്നവർ അതിൻ്റെ ഭവിഷ്യത്ത് അവർ തന്നെ അനുഭവിക്കണം. സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അതിനോടുള്ള പാർട്ടിയുടെ പ്രതികരണം വന്നല്ലോ. ഒരു തെറ്റുകാരെയും സംരക്ഷിക്കുക എന്നുള്ള പാർട്ടിയുടെ നിലപാടെല്ലാം അത് പറഞ്ഞില്ലേ, ഏത് ഉന്നതനായ 4 വർഷം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് കൃത്യമായിട്ട് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. പൂഴ്ത്തിവെക്കുന്ന പ്രശ്നമില്ല, പൂഴ്ത്തിവെക്കേണ്ട ആവശ്യമില്ല. കാരണം സർക്കാരിനെതിരായിട്ടുള്ള യാതൊരു കാര്യവും ഈ റിപ്പോർട്ടില്ല. പിന്നെ അങ്ങനെ എന്തെങ്കിലും തരത്തിൽ വെസ്റ്റേൺ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യേണ്ട ആവശ്യം ഗവൺമെൻറ്റിന് വരുന്നില്ല. സിനിമയിൽ മാത്രമല്ലല്ലോ, എല്ലാ സ്ഥലത്തും ഗവൺമെൻറ്റുമായിട്ട് ബന്ധമുള്ള ആളുകളല്ലേ. അല്ല, അങ്ങനെയൊന്നും വരില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ നേരത്തെ തന്നെ അത് പുറത്ത് വരേണ്ടതായിരുന്നു. അങ്ങനെ ഒരാളെക്കുറിച്ച് ഒരു ആരോപണം അതിൽ ആ റിപ്പോർട്ടിലുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. ഇന്ന കൃത്യമായിട്ടൊന്നുമില്ല. ഇതിപ്പോൾ ഓരോരുത്തരും ഈ റിപ്പോർട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഓരോരുത്തരിങ്ങനെ അവരുടെ പരാതിയായിട്ട് മുന്നോട്ട് വരുന്നു. അല്ലാതെ ഈ റിപ്പോർട്ടിൽ ആ കാര്യങ്ങളുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഇല്ല എന്നാണ് അത് പറഞ്ഞല്ലോ. നമ്മുടെ കേരളത്തിൻ്റെ ബഹുമാനായ മുഖ്യമന്ത്രി തന്നെ പരസ്യമായി ഡിക്ലെയർ ചെയ്ത കാര്യമാണ്. ഈ പറയുന്ന കാര്യത്തിൽ പരാതി ഉണ്ടെങ്കിൽ ഏത് ഉന്നതനായാലും അവരുടെ പേരിൽ നടപടി എടുക്കുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറത്ത് പിന്നെ വേറൊന്നുമില്ലല്ലോ. അതുതന്നെയല്ലേ പിന്നെ കമ്മിറ്റി റിപ്പോർട്ട് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് കമ്മിറ്റിയുടെ ആളുകൾ തന്നെ അല്ലെങ്കിൽ കമ്മിറ്റി അംഗങ്ങൾ തന്നെ കൃത്യമായിട്ട് ചെയർമാൻ ഉൾപ്പെടെ അല്ലെങ്കിൽ അതിൻ്റെ ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ പോയിട്ടുള്ളൂ. അതിനെ 2 ഘട്ടങ്ങളിലായിട്ട് 2 വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങൾ വന്നു. ഒന്ന് പിന്നെ നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ ആദ്യത്തെ ഒരു കമൻ്റ് ഉണ്ട്. ഗവൺമെൻറ്റിന് പൂർത്തിവഴിച്ചിട്ട് എന്ത് നേടാനാണ്? സിനിമാ ലോകത്ത് നിൽക്കുന്ന എന്തെങ്കിലും തരത്തിൽ തെറ്റായ പ്രവണതകൾ ഇല്ലാതാകണം എന്ന് തന്നെയാണ് നമ്മുടെ സമൂഹം ആഗ്രഹിക്കുന്നത്.